വചനത്തെ ദുർബലമാക്കുന്ന, ദൈവവചനത്തിന്റെ ആരാധനയുടെ ശക്തി ക്ഷയിപ്പിച്ചു കളയുന്ന, ദൈവവചനത്തെ ലംഘിച്ചു കളയുന്ന അവരെ വിട്ടിട്ട് കർത്താവ് പറയാണ്, ഈ വചനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, ഈ വചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാൻ കഴിവുള്ള, ഈ വചനത്തിന്റെ വെളിപ്പാടുകളെ തിരിച്ചറിയാൻ കഴിവുള്ള ചിലരുണ്ട്. ഞാൻ അവരെ തേടി പോവുകയാണ്. സ്തോത്രം. ഈ പറഞ്ഞത് കൊണ്ട് നിങ്ങളോട് ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്കുമുണ്ട് പാരമ്പര്യം. പെന്തക്കോസിനകത്തും ഇന്ന് വലിയ പാരമ്പര്യത്തിനകത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ ആരാധന ലെവലും രീതിയും ശ്രദ്ധിച്ചാൽ തന്നെ ആരാധന തന്നെ ഒരു പാരമ്പര്യമാണ്. പ്രാർത്ഥിക്കുന്നു, അത് കഴിഞ്ഞ് ഒരു 2 പാട്ട് പാടുന്നു, അത് കഴിഞ്ഞ് 4 പേര് പ്രാർത്ഥിക്കുന്നു. ആ 4 പേരിലെ പ്രാർത്ഥന 2 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ്. രണ്ടാമത്തെ പ്രാർത്ഥന അമ്മാമയാണെന്ന് നിർബന്ധമാണ്. രണ്ടാമത്തെ പുരുഷന്മാരുടെ പ്രാർത്ഥന സെക്രട്ടറി ആകണമെന്ന് നിർബന്ധമാണ്. അത് കഴിഞ്ഞൊരു പ്രൈസ് ആൻഡ് വർഷിപ്പാണ്. അത് കഴിഞ്ഞൊരു സങ്കീർത്തനം എടുക്കും. അത് ദാവീദിനെയും ഗോലിയാത്തിനെയും കൊണ്ട് ഏലാ താഴ്വര കയറി ഇറങ്ങുമ്പോൾ പകുതി ആൾക്കാർ ഉറങ്ങും. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും? അപ്പൊ പ്രസംഗം നിർത്തും. പിന്നെ സാക്ഷിക്ക് സമയം കൊടുക്കും. അത് കഴിഞ്ഞ് സ്വോത്ര കാഴ്ചയാണ്. അത് കഴിഞ്ഞ് സാക്ഷി പറഞ്ഞവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു മറുപടി പ്രസംഗമാണ്. പിന്നെ ആശീർവാദമാണ്. ഉപവാസ പ്രാർത്ഥനയെ പറ്റിയാണെങ്കിൽ ഉപവാസം ഉറക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവനവും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്ന ഒരു സിസ്റ്റം. ഒട്ടനവധി അനാചാരങ്ങൾ, ഒട്ടനവധി പാരമ്പര്യങ്ങൾ നമ്മുടെ അകത്തും നമ്മളെയും കീഴടക്കി കഴിഞ്ഞു. നമ്മളൊരു വീട് വെച്ചാലോ, കട്ടിള വെക്കാൻ വേണ്ടിയാണെങ്കിൽ നാണയം വെക്കണം, മുഹൂർത്തം നോക്കണം. നമ്മളിൽ പലതും എന്ത് ചെയ്യുക? ഒരു കുറ്റിയടിക്കണമെങ്കിൽ പശയുള്ള കൊമ്പും കൊണ്ട് നേടിപ്പോകുന്ന ഒരാളെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുപിടിച്ചു. മുഹൂർത്തം നോക്കുന്ന പശയുള്ള കൊമ്പ് വെട്ടുന്ന, മരിച്ചാൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മാത്രം കിടത്തുന്ന, കുഴി കുത്തുന്ന, മരിച്ചവർക്ക് വേണ്ടി കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്ന, വിവാഹത്തിന് വേണ്ടിയുള്ള, വിവാഹം കഴിഞ്ഞ് 7-ാം മാസം പെണ്ണ് ഗർഭിണിയായാൽ 7 പലഹാരങ്ങൾ കൊണ്ട് വയറ് കാണാൻ പോകുന്നു എന്നുള്ള ചർച്ചയ്ക്ക് പെന്തക്കോസുകാർ പോലും ചെയ്യുന്നു. അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഭർത്താവ് മരിച്ചൊരു ആന്റി വരാൻ തുടങ്ങിയപ്പോൾ വിധവയെ കൊണ്ടുവന്ന ശാപം വരുമെന്നും പറഞ്ഞ് അവർ മാറ്റി. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ചതിയേക്കാളും നല്ലതാ പണ്ടിവിടെ ഉണ്ടായിരുന്ന സതി. ഭർത്താവിന്റെ ചിതാഭസ്മത്തിലാണ് ചാടിച്ചാകുന്നത്. ഒട്ടനവധി അനാചാരങ്ങൾ ഇന്ന് പെന്തക്കോസിനെ മൂടപ്പെട്ട് കിടക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, പാരമ്പര്യത്തിന്റെ ആ നൂലാമാലക്കകത്ത് കിടക്കരുത്. പാരമ്പര്യത്തിന്റെ അതിനകത്ത് നമ്മൾ താണുപോകരുത്, ആണ്ടുപോകരുത്. ഇന്ന് രാത്രിയിൽ ഒരു പുത്തൻ വെളിപ്പാടിൽ അപ്പന്റെ ആരാധന, അമ്മയുടെ ആരാധന, ഇന്നലെ വരെ കണ്ടു വളർന്ന എല്ലാ ശിഷ്ടത്തെയും പൊളിക്കാൻ ദൈവം ഒരു പ്രകാശനം നൽകിയാൽ പെന്തക്കോസ് വളർന്നത് വെളിപ്പാടിലാണ്. പെന്തക്കോസ് വളർന്നത് ദർശനത്തിലാണ്. പെന്തക്കോസ് വളർന്നത് ആത്മനിയോഗത്തിലാണ്. അതുകൊണ്ട് ഇന്നലെ വരെ ആ ലോകം പഠിപ്പിച്ച, സംഘടന പഠിപ്പിച്ച ശിഷ്ടത്തെ പൊട്ടിക്കാൻ ആര് തയ്യാറാകുമോ അവർക്ക് ഒരു വലിയ ഉണർവ് ഈ രാത്രിയിലും ദൈവം കൈമാറും. സ്തോത്രം. പാരമ്പര്യം നമ്മുടെ അകത്ത് ഒരുപാടുണ്ട്. പാരമ്പര്യത്തിൽ പോയാലുള്ള 5 കുഴപ്പം 15-ാം അധ്യായത്തിലുണ്ട്. 1 അതിൻ്റെ 6-ാമത്തെ വാക്യാണ്, നമ്മൾ ദൈവവചനത്തെ ദുർബലാക്കും. ഈ പാരമ്പര്യത്തെ വിശ്വസിച്ചുകൊണ്ട് ഈ വചനം എത്ര പ്രസംഗിച്ചാലും പാരമ്പര്യം നമ്മെ പിന്തുടരുകയുള്ളൂ. പുതിയതൊന്നും നടക്കത്തില്ല. കാരണം എത്ര വെളിപ്പാട് പറഞ്ഞാലും അത് ദുർബലമാകും. 2 6-ാമത്തെ വാക്യം, പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടുള്ള ആരാധനക്കാരെ വിളിക്കുന്നത് കപടഭക്തിക്കാരെന്ന. 3 പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ആരാധിച്ചാൽ അർത്ഥവും കാണത്തില്ല, ജീവിതത്തിനൊരു മാറ്റവും കാണത്തില്ല, വ്യർത്ഥമായ ആരാധനയെന്ന്. 9-ാമത്തെ വാക്യം. 4 പാരമ്പര്യത്തിനകത്ത് ആരാധിച്ചാൽ 14-ാമത്തെ വാക്യം, മത്തായി 15:14, നിങ്ങൾ കപട വിശ്വാസികൾ മാത്രമല്ല കുരുട്ട് കണ്ണുള്ളവരായി തീരും. പാരമ്പര്യത്തിൽ കിടക്കുന്നവന്, അന്ധകാരത്തിലും പാപത്തിലും ശാപത്തിലും കിടക്കുന്നവന് വിടിവിക്കാൻ പറ്റത്തില്ല. കാരണം ഇവൻ പാപത്തിലും പാരമ്പര്യത്തിലും കിടക്കുകയാണ്. അതുകൊണ്ട് പിന്നെ എങ്ങനെ പാപത്തിൽ കിടക്കുന്ന മറ്റൊരാളെ വിടിവിക്കാൻ വേണ്ടി കഴിയും? അവർ വഴികാട്ടികൾ, കുരുടന്മാരെന്നാണ് 14-ാമത്തെ വാക്യത്തിൽ. 18-ാമത്തെ വാക്യത്തിൽ പാരമ്പര്യം നിന്നെ അശുദ്ധിയിലേക്ക് വിടും. നിന്റെ നാവിന്ന് വരുന്നത് അശുദ്ധമായി തീരും. കാരണം ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾക്കും ദൈവവചനത്തിന്റെ ആലോചനക്കും മാത്രമേ വൃത്തിയുള്ള, വിശുദ്ധിയുള്ള, വിശ്വസ്തതയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമ്മളെ സഹായിക്കത്തുള്ളൂ. അതുകൊണ്ട് അറിയുന്തോറും ആദരവ് കൂടുന്ന, അംഗീകരിച്ചനുസരിക്കുന്നതോറും തന്നെ വെളിപ്പെടുത്തി നൽകുന്ന, അംഗീകരിക്കാൻ കൊള്ളാകുന്ന, ആരാധിക്കാൻ കൊള്ളാകുന്ന, മാതൃകയാക്കാൻ കൊള്ളാകുന്ന ഒരു ദാർശനികൻ ഈ ലോകത്തിൽ ഉദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തുന്ന യേശു മാത്രമാണ്. അവൻ ആരാണ്? അവൻ പാപവിമോചകനാണ്. ഇവള് കേട്ട വസ്തുത അത് തന്നെയാണ്. യേശു വീട്ടിൽ വന്നു എന്നറിഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് പോകാനുള്ള കാരണം, യേശു ഞങ്ങളുടെ പാപത്തെ മോചിക്കുന്നവനാണ്, യേശു ഞങ്ങളുടെ ശാപത്തെ പൊട്ടിക്കുന്നവനാണ്. യേശുവിന്റെ വസ്തുത അവൾ കേട്ടു. ബൈബിളിനകത്ത് സുവിശേഷത്തിൽ, മത്തായി സുവിശേഷത്തിൽ 30 സ്ത്രീകളുടെ ചരിത്രം ഏറെക്കുറെ എഴുതിയിട്ടുണ്ട്. 22 പേരുടെയും പേരെഴുതിയിട്ടില്ല. ഈ കനാന്യ സ്ത്രീയുടെയും പേരെഴുതിയിട്ടില്ല. ബൈബിൾ പഠിക്കുന്നവർക്കറിയാം, നമ്മൾ ചിലരെയൊക്കെ അറിയാൻ കൂടുതൽ ആഗ്രഹിക്കും. അവരുടെ ജീവിതം അറിയുമ്പോൾ അവരുടെ പേരെന്നറിഞ്ഞാൽ കൊള്ളാമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ലോത്തിന്റെ ഭാര്യ ഒരിക്കലും അറിയാൻ ആഗ്രഹിക്കും.
തെളിയിക്കുകയല്ല. പക്ഷെ ലോഹയുടെ ഭാര്യ അതറിയാൻ നമുക്ക് കൊതിയുണ്ട്, പക്ഷെ ബൈബിളിലില്ല, ചരിത്ര പുസ്തകങ്ങളിലുമില്ല. അങ്ങനെ ബൈബിളിനകത്ത് പേരറിയാൻ കൊതിക്കുന്ന കഥാപാത്രങ്ങൾ ചിലരുണ്ട്, പക്ഷെ അവരുടെ പേരുകൾ ദൈവാത്മാവ് മറച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അപൂർവം ഒരാളാണ് ഈ പെൺകുട്ടി. അവൾ ഒരു കനാന്യ സ്ത്രീയാണ്. ആരാധിച്ചു പാരമ്പര്യമില്ല, ദൈവവചനം കേട്ട് പാരമ്പര്യമില്ല, ദൈവത്തെ അറിഞ്ഞ് പാരമ്പര്യമില്ല. പക്ഷേ യേശുവിനെ അവൾ വന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ആ വീട്ടിൽ യേശു കൊണ്ടെന്ന് അറിഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ പട്ടണത്തിലേക്ക് യേശു വന്നു എന്നറിഞ്ഞുകൊണ്ട് അവൾ ആ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് പറയുകയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ആ വിളി നിങ്ങൾ ശ്രദ്ധിച്ചോ? ദാവീദ് പുത്രൻ, അത് യഹൂദന്റെ വിളിയാണ്. അവൾ കനാന്യ വേഷത്തിലാണ് വന്നിരിക്കുന്നത്, പക്ഷെ വിളിച്ച വിളി യഹൂദന്റെ വിളിയാണ്. പക്ഷെ കൂടെ നടക്കുന്നവൻ യഹൂദ വേഷധാരികളാണ്, പക്ഷെ അവരുടെ വിളി ജാതികളുടെ വിളിയാണ്. നിങ്ങൾ കേട്ടില്ല, മനസ്സിലായില്ല. വേഷത്തിൽ യഹൂദൻ ദൈവഭക്തനാണ്, പക്ഷെ അതരത്തിൽ അവന് വെളിപ്പാടില്ല. പക്ഷെ ഇവൾ വേഷത്തിൽ കനാന്യ സ്ത്രീയാണ്, പക്ഷെ അവൾ വിളിച്ച വിളി കേൾക്കണമോ? ദാവീദ് പുത്ര, ഇന്ന് രാത്രി ദൈവം ആരാണെന്ന് അറിഞ്ഞ് നീ ഒന്ന് വിളിച്ചാൽ നിന്റെ കൊച്ചു വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രക്ഷകനുണ്ട്. സ്തോത്രം. ഇവള് വിളിച്ചത് ദാവീദ് പുത്ര എന്ന. ബൈബിളിനകത്ത് കർത്താവിന് 5 പുത്രത്വമുണ്ട്. ഒന്നവൻ ദാവീദിന്റെ പുത്രനാണ്, 2 അവൻ അബ്രഹാമിന്റെ പുത്രനാണ്, മത്തായി 1:1. 3 അവൻ മനുഷ്യപുത്രനാണ്, മത്തായി 16:16. 4 അവൻ ദൈവത്തിന്റെ പുത്രനാണ്, മത്തായി 16:16. 5 അവൻ സ്വർഗത്തിന്റെ പ്രിയ പുത്രനാണ്. ഈ 5 പുത്രങ്ങളും യഹൂദന്മാരുമായിട്ടാണ് കൂടുതൽ ബന്ധമുള്ളത്. ഈ 5 പുത്രത്തിനും അവകാശം പറയുന്നത് അവരാണ്. ഈ 5 പുത്രങ്ങളും വാദോരാതെ കാത്തിരിക്കുന്നത് അവരാണ്. പക്ഷെ ഈ 5 പുത്രത്തിനും ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ടും വെളിപ്പെട്ട ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ അവർ ആ കർത്താവ് പറഞ്ഞതിനെ സമ്പ്രദായങ്ങൾ കൊണ്ട്, പാരമ്പര്യങ്ങൾ കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞപ്പോ ഇതാ മറ്റൊരു സ്ത്രീ, മറ്റൊരു വീടിനകത്ത് ഇരിക്കുന്ന ഒരു പെൺകുട്ടി ഈ രക്ഷകനെ തിരിച്ചറിഞ്ഞു. ഈ പട്ടണത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ കർത്താവിനെ ഉയർത്തുമ്പോൾ ചിലരുടെ ഹൃദയങ്ങൾ തുറക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ, അതെ, ഈ ഊതിന്റെ കരുത്തിൽ ചില കുടുംബങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിക്കാൻ വേണ്ടി പോകുന്നു. ഈ രാത്രി വെളിപ്പെടുന്ന ദൈവമഹത്വം ചില കൂടാരങ്ങൾക്കകത്ത് അവന്റെ ദൈവത്വത്തോടെ വെളിപ്പെടുമെന്ന് പറഞ്ഞ എത്ര പേർക്ക് കരമൊന്ന് തട്ടി ദൈവത്തിന്. അവൾ കനാന്യ സ്ത്രീ ചെന്ന്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നവൾ വിളിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദാവീദ് പുത്ര എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ വിളിക്കുന്ന വിളിയാണ്. ഈ വിളി ജാതിയർ വിളിക്കാത്തതിന്റെ കാരണം പഴയ നിയമം പഠിക്കുന്നവർക്കറിയാം. ദാവീദിന്റെ പുത്രൻ ലോകത്തിലേക്ക് മിശികയായി വരുമ്പോൾ കനാന്യരെ കൊന്നൊടുക്കുമെന്നാണ്, ഛേദിച്ചു കളയണമെന്നാണ്. സീനായി മലയുടെ മുകളിൽ നിന്നും കർമ്മപ്രമാണത്തിന്റെ കൽക്കശാവകാശങ്ങൾ കൽപ്പനാരൂപത്തിൽ മോശയുടെ കരത്തിൽ കൊടുക്കുമ്പോൾ ദൈവം കൈമാറിയത് അബ്രഹാം എന്ന് പറയുന്നവൻ ഊരിൽ നിന്നും ഉരിയാടാത്ത ദൈവത്തെ ആരാധിച്ച് കനാനിലേക്ക് അവനെ ദൈവം വാഗ്ദത്തമായി പറഞ്ഞയക്കുമ്പോ അവൻ ആ കനാനിരെ മൊത്തം ഛേദിക്കണമായിരുന്നു. പക്ഷേ കനാനിരെ ഛേദിച്ചു കളഞ്ഞില്ല, കുറെ പേരെയൊന്നും വിട്ടുകളഞ്ഞു. അങ്ങനെ ഛേദിച്ചു കളയുന്നവനാണ് യഹൂദനും യഹൂദന്റെ ദൈവമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെയാ അപ്പോൾ അവളുടെ വിളിയുടെ പുറകിൽ അസാധാരണമായ ഒരു വെളിപ്പാടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആ വെളിപ്പാടാണ് നിങ്ങളുമായി കൈമാറുന്നത്. സ്തോത്രം. അവൾ ആ ദാവീദ് പുത്ര എന്ന് തന്റെ ഇടത്തോടെ വിളിക്കാൻ ബൈബിളിൽ നിങ്ങൾ പഠിച്ചാലുണ്ടല്ലോ, ഇവളെ പോലെ കർത്താവിന്റെ അടുക്കൽ വന്ന് അപമാനിക്കപ്പെട്ട ഒരാളില്ല. അവൾ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എന്റെ കുഞ്ഞിന് ഭൂതോപദ്രവം പിടിച്ചിരിക്കുന്നു, അവളെ സൗഖ്യമാക്കണമേ. അതിനിടയിൽ ഒരു കാര്യോട് ഞാൻ പറയാം, ഈ കാലഘട്ടം തലമുറക്ക് വേണ്ടി കരയേണ്ട കാലഘട്ടമാ. എന്റെ കുഞ്ഞിന് വേണ്ടി കരയുന്ന ഒരു മാതാവിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ എന്നെ ചൊല്ലിക്കറിയണ്ട, മക്കളെ ചൊല്ലി കരവിനൊന്ന് 2025 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞ ദൂത് ഏറ്റവും കരുത്തോടെ പ്രതികൂലത്തിന് നടുവിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ, ലഹരിയുടെയും ലഹളയുടെയും ചെകുത്താന്റെയും നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ, മലയാളിയും ബംഗാളിയും മാത്രം, എന്നാൽ ഇന്ന് മലയാളിയും ബംഗാളിയുമല്ല, കൊലയാളിയുടെ ചരിത്രം ഇവിടെ പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മൾ കരയേണ്ട സമയമാണിത്. സ്തോത്രം. കാരണം അത്രയും പ്രതികൂലങ്ങളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സ്തോത്രം കിളിമാനൂർ സ്വന്തം അപ്പനെ മൂക്കിന്റെ പാല അടിച്ചൊടിച്ചിട്ട് ഈ ടൈലിലെടുത്ത് അടിച്ചു കൊന്നു. അവനെ പോലീസുകാരൻ കൊണ്ടുപോയി. 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസുകാരനോട് ഈ പയ്യൻ ചോദിക്കുക, സാറുമാരെ എന്നെ എന്തിനാ കൊണ്ടുവന്നെന്ന്. അത്രയും ലാസലഹരി തലമുറയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന കൊല്ലത്തുണ്ടല്ലോ, MDMA മേടിക്കാൻ കാശ് കൊടുക്കാത്തത് കൊണ്ട് അമ്മയെയും അപ്പൂപ്പനെയും പ്രസവ വാർഡിൽ നിന്ന് 24 കൊല്ലം മുമ്പ് വാങ്ങി ഈ അപ്പൂപ്പനെയും അമ്മയെയും അവൻ വെട്ടുകത്തി കൊണ്ട് ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നിട്ട് അമ്മ ഒരുക്കി വെച്ച മുട്ടയെടുത്ത് ഓംലറ്റ് ഉണ്ടാക്കി തിന്ന് ഈ കൊല്ലംകാരൻ, താമരശ്ശേരിക്കാരൻ വളർത്തി വലുതാക്കിയ അമ്മയെ ഒറ്റയടിക്ക് വെട്ടിക്കൊന്നിട്ട് ചാനലുകാർ പിടിച്ചപ്പോ പറഞ്ഞത്, എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കിയെന്നാണ്. വിഷ്ണുനാഥ് MLA ഫെബ്രുവരി 11-ാം തീയതി നിയമസഭയെ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ഏതോ ഒരു അമ്മ വിളിച്ച് MLA-യോട് പറയുകയാണ്, രാത്രി 10 മണിക്ക് വരുന്ന മകന് വേണ്ടി കഥ തുറന്നു കൊടുക്കാൻ എനിക്ക് പേടിയാണ്, 8 മണിക്ക് ഇറങ്ങിപ്പോകും.
ഞാൻ പോകത്തില്ല, ഞാൻ ഈ വീട്ടിലെ പട്ടിക്കുട്ടിയാണ്. മക്കള് തിന്നിട്ടിടുമ്പോൾ ഞാനത് മേശയുടെ താഴെ കിടക്കണത് വീട്ടിലെ പട്ടിക്ക് തിന്നാനൊന്നും ആരും തടസ്സം പറയുകയല്ലോ. നിലത്ത് കിടക്കുന്ന തിന്നോളാമെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയാമോ? ഇവർ പറയുന്ന ഇസ്രായേൽ ഗ്രഹം ഉണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചെവി തുറന്ന് കേൾക്കണം. ഇവർക്ക് ഇസ്രായേൽ എന്ന പേര് കിട്ടിയത്, ഇവർക്ക് ഇന്ന് കാണുന്ന ഈ മഹത്വം കിട്ടിയത്, ഇന്ന് കാണുന്ന ഈ പേര് കിട്ടിയത് ഊരിന്റെ ഉരിയാടാത്ത ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന അബ്രഹാം എന്ന് പറയുന്ന ഒരു പൂർവ്വ പിതാവ് അവർക്കുണ്ടായിരുന്നു. ആ പൂർവ്വ പിതാവിനെ ദൈവം വിളിച്ചിറക്കിയത് ബാബേലിൽ നിന്നാണ്, ബാബിലോണിൽ നിന്നാണ്, കൽദയ പട്ടണത്തിൽ നിന്നാണ്, മെസൊപ്പൊട്ടോമിയയിൽ നിന്നാണ്, ശിനാർ ദേശത്ത് നിന്നാണ്. ഇതെല്ലാം ബൈബിളിൽ അതിന് കൊടുക്കുന്ന പേരാ. ശിനാറിൽ നിന്നും, ബാബിലോണിൽ നിന്നും, കൽദയ പട്ടണത്തിൽ നിന്നും, മെസൊപ്പൊട്ടോമിയയിൽ നിന്നും ഒരു വരത്തനായി വന്നവനാണ് അബ്രഹാം. അവിടെ ദൈവത്തെ ആരാധിച്ചു. ദൈവത്തിന് എല്ലാ കാലവും ആരാധിക്കുന്നവനുമായിട്ടാണ് ഉടമ്പടിയുള്ളത്. ആരാധിച്ച അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ നീ കണ്ടിട്ടില്ലാത്ത പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം നിനക്ക് വാഗ്ദത്തം നൽകാം. അബ്രഹാം ദൈവാലോചന കേട്ട് തോട് കടന്നു വന്നപ്പോഴേ ആ നാടിന്റെ പേര് എബ്രായൻ എന്നായി മാറപ്പെട്ടു. അങ്ങനെയാണ് ആ കനാൻ ദേശത്തിന് എബ്രായ നാടെന്ന് പേര് കിട്ടിയത്. എബ്രായ നാടിനകത്ത് അബ്രഹാം വന്ന് കൂടാരമടിച്ചപ്പോ നാട്ടുകാരെല്ലാം മരത്തനായി വന്ന് അബ്രഹാമിനെ നോക്കി നോക്കി പറഞ്ഞു, ഇവനെങ്ങനെ ഇവിടെ വന്നത്, ഇവനെങ്ങനെ ഇവിടെ വന്നത്, ഇവന്റെ അപ്പൻ ഇവിടെ ഇല്ലല്ലോ, അമ്മ ഇവിടെ ഇല്ലല്ലോ, ഇവർക്ക് ഇവിടെ ആധാരമില്ലല്ലോ, ഇവർക്ക് ഇവിടെ അവകാശമില്ലല്ലോ. അപ്പൊ ആരൊക്കെയോ പറഞ്ഞു, ഇവൻ വാഗ്ദത്തം കേട്ട് വന്നതാ, ദൈവത്തിന്റെ ആലോചന കേട്ട് വന്നതാ. അങ്ങനെ ആ നാട് വാഗ്ദത്ത നാടെന്ന് അറിയപ്പെടാൻ തുടങ്ങി. വാഗ്ദത്ത നാട് ആരാധിച്ചു ജീവിച്ച അബ്രഹാമിന് ദൈവം തലമുറകളെ കൊടുത്തു. കൊടുത്ത തലമുറകളൊക്കെ ദൈവത്തെ പിടിച്ചറക്കുന്ന വീരന്മാരായിരുന്നു. യാബോക്ക് എന്ന് പറയുന്ന ഒരു കടവിനകത്ത് ദൈവത്തെ തന്റെ മുമ്പിൽ പ്രാർത്ഥനാ മുറിയിൽ പിടിച്ചറക്കിയപ്പോ അങ്ങനെ ദൈവം ആ നാടിന് മറ്റൊരു പേര് കൊടുത്തു. നിന്റെ പേര്, ഈ നാടിന്റെ പേര് ഇന്നു മുതൽ ഇസ്രായേലാകും. അങ്ങനെയാ നമ്മൾ ഇന്ന് പത്രത്തിൽ കാണുന്ന ഈ പേര് അവർക്ക് കിട്ടിയത്. ആ നാടിന്റെ പേര് ഇസ്രായേൽ എന്ന നാടായി. ആ ഇസ്രായേൽ നാടിനകത്ത് 10 മക്കൾ, 12 മക്കൾ ഉണ്ടായി. 10ഉം 2ഉം ഗോത്രങ്ങളായി 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. എന്നാൽ 2 രാജ്യങ്ങളിൽപ്പെട്ട യഹൂദ ഗോത്രം അവർ ദൈവത്തിന് വേണ്ടി ചങ്കൂറ്റത്തോടെ നിന്നതുകൊണ്ട് കരുത്തരായ രാജാക്കന്മാർ യഹൂദയിൽ നിന്ന് ഉടലെടുത്തപ്പോൾ അവരുടെ അധികാരത്തിന്റെ പേര് യഹൂദന്മാരെന്നായി മാറി, യഹൂദ നാടെന്നായി മാറി. അങ്ങനെ ഈ നാട് യഹൂദ നാടെന്നറിയപ്പെടാൻ വേണ്ടി തുടങ്ങി. എന്നാൽ ദൈവത്തെ വിട്ട് അവർ ദൈവിക കൽപ്പനകളെ വിട്ട് അവർ സഞ്ചരിച്ചപ്പോഴെല്ലാം കരുത്തന്മാരാകുന്ന അന്യജാതിക്കാർ അവരെ പിടിച്ചടക്കി. അതിലേറ്റവും കരുത്തനായിരുന്നു ഫെലിസ്ത്യൻ അവരെ കീഴടക്കിയപ്പോൾ അവന്റെ നാട് എബ്രായന്റെ നാടെന്ന് വിളിച്ച, വാഗ്ദത്ത നാടെന്ന് വിളിച്ച, ഇസ്രായേൽ നാടെന്ന് വിളിച്ച, യഹൂദ നാടെന്ന് വിളിച്ച ആ നാടിനെ പാലസ്തീൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ആ പാലസ്തീന്റെ പച്ചമണ്ണിൽ എന്റെ കർത്താവിന്റെ കാല് ചവിട്ടിയപ്പോ ലോകം ആ നാടിന് പുതിയൊരു പേര് കൊടുത്തു, വിശുദ്ധ നാട്. നമ്മൾ ഇന്ന് പത്രങ്ങളിൽ കാണും വിശുദ്ധ നാടിലേക്കുള്ള ടൂറ്. ഞാൻ ഈ ഒറ്റ രാജ്യത്തിന്റെ പേരാ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത്. ഏതൊക്കെയാ? എബ്രായന്റെ നാട്, വാഗ്ദത്ത നാട്, യഹൂദന്റെ നാട്, ഇസ്രായേൽ നാട്, ഫെലിസ്ത്യന്റെ നാട്, പാലസ്തീൻ നാട്, വിശുദ്ധ നാട്. എന്നാൽ ഈ പെൺകുട്ടിയോട് ഈ കർത്താവ് പറയുക, ഞാൻ ഇസ്രായേൽ നാട്ടുകാർക്ക് മാത്രമാണ് വന്നത് എന്ന് പറയുമ്പോഴും ഇവൾ തിരിച്ചു പോകാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇവക്ക് ഉറപ്പുണ്ട് ഇസ്രായേൽ എന്ന പേര് കിട്ടിയത് അബ്രഹാമിന് വാഗ്ദത്തത്താൽ കിട്ടിയതാണ്, വരത്തനായി വന്നതാണ്. പക്ഷെ ഈ നാടിന്റെ ഒറിജിനൽ പേര് കനാൻ നാട് എന്നാണ്. ഈ കനാൻ നാട് എന്ന് പറഞ്ഞ ആരാന്നറിയാമോ? ഈ കരഞ്ഞു വന്നവളുടെ അപ്പനാണ് കനാൻ. അവക്കറിയാം ഇതെന്റെ അവകാശ ഭൂമിയാണ്, എനിക്കിത് വാഗ്ദത്തം കിട്ടിയതല്ല, ഇതെനിക്ക് അപ്പൻ അവകാശം തന്നതാണ്. മനസ്സിലായവരോട് നല്ല ഹല്ലേലൂയ പറയാം. ദൈവമക്കളെ, ഇന്ന് രാത്രിയിലും ഈ തിരിച്ചറിവ് അവകാശത്തിലേക്ക് ഞാൻ നിങ്ങൾ ചവിട്ടിക്കയറുന്നത്. സ്വോത്രം, ഇവള് തിരിച്ചു പോകാത്തത്, പട്ടീനെ വിളിച്ചപ്പോൾ തിരിച്ചു പോകാത്തത് കാരണം മനസ്സിലായോ? നിങ്ങൾ ഈ പറയുന്ന അബ്രഹാമിന്റെ കരത്തിലിരിക്കുന്നത് ഒറിജിനൽ തീരാധാരമൊന്നുമല്ല. അതൊക്കെ വാഗ്ദത്തത്താൽ കൊടുത്ത പട്ടയം, എന്താ പറയുക, പാട്ടം കൊടുക്കൂന്നൊക്കെ വേണേ പറയാം. അബ്രഹാമിന് വാഗ്ദത്തത്താൽ കൊടുത്തതാ. പക്ഷെ ഇതിന്റെ ഒറിജിനൽ അവകാശി എന്ന് പറഞ്ഞാൽ ഇവള് പറയുകയാണ്, നിങ്ങൾക്ക് ഈ അബ്രഹാം മുതലുള്ള കാര്യം അറിയത്തുള്ളൂ. അതാണ് മത്തായി 1:1 എഴുതുന്നത്, അബ്രഹാമിന്റെ പുത്രൻ ദാവീദിന്റെ പുത്രൻ എഴുതിയത് യഹൂദനാണ്. അതുകൊണ്ട് ആ കൾച്ചറിൽ യഹൂദന്റെ ബീട്ടിയുമായിട്ട് ആദ്യം സഭയെ അവർ കണക്കാക്കിയത്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എഴുതുമ്പോൾ അവർ മറന്നുപോയ ഒരാളുണ്ട്. ഉലകത്തെ മുഴുവൻ പാപത്താൽ പച്ചവെള്ളത്താൽ വാഞ്ഞു കുടിച്ചപ്പോൾ നശിപ്പിച്ചു കളയുമ്പോൾ ഒരു കുടുംബത്തെ മാത്രം ദൈവകൃപയിൽ കർത്താവ് സൂക്ഷിച്ചു. പ്രമാണമുള്ളവൻ, ആരാധനയുള്ളവൻ, പെട്ടകത്തിനകത്തും പാട്ടുപാടിയവൻ, പെട്ടകത്തിനകത്തും കാട്ടാനയെ നോക്കാതെ പുലിയെ നോക്കാതെ കൂടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ച ഒരു നോഹ എന്ന് പറയുന്ന ഒരു അപ്പൻ അവർക്കുണ്ട്. ഈ നോഹയുടെ 3 മക്കൾ ശേമ്, യാഫെത്ത്, ഹാം എന്ന് പറയുന്നു. ആ 3 മക്കളിൽ ഒരുവനാകുന്ന ഹാമിന്റെ മകൻ
മകനാകുന്ന കനാന്, നോഹ എന്ന് പറയുന്ന അപ്പനുണ്ടല്ലോ, തീരാധാരമായി പതിപ്പിച്ചു കൊടുത്ത പട്ടണമാണ് കനാൻ നാട് എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് മനസ്സിലാകുന്ന ദൈവമക്കളെങ്കിലും ഒരു സ്തോത്രം പറയണം. ഈ പട്ടണത്തിന്റെ ഒറിജിനൽ പട്ടയമുള്ള ആരുടെ കയ്യെന്നറിയാമോ? ഒരു ഒറിജിനൽ അവകാശി ആരാന്നറിയാമോ? യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് അബ്രഹാമിലൂടെ വന്ന യഹൂദന്മാരല്ല, മറിച്ച് ഇവക്കുറപ്പുണ്ട്. എന്റെ നാട്ടിലാ നീ ജനിച്ചത്, എന്റെ നാട്ടിലാ നീ വളർന്നത്, എന്റെ നാടാ നിന്നെ സ്വീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ നാട്ടിലേക്ക് നീ വന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, ആ നാടിന്റെ യഥാർത്ഥ അവകാശിയാകുന്ന ഞങ്ങൾക്കും ക്രൂശിൽ ഒരു വീണ്ടെടുപ്പുണ്ട്. ഞങ്ങളുടെയും അപ്പനായിട്ടാണ് നീ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിത, യേശു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, യേശു പെന്തക്കോസുകാരന്റെ ദൈവമല്ല, യേശു മാനവരാശിയുടെ മുഴുവൻ അപ്പനാണ്. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിച്ച പുസ്തകമാണ് വേദപുസ്തകം. ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. ദൈവത്തെ കാണുമ്പോൾ ഓടി മറയുന്ന പാപികളെ സംഗ്രഹിക്കുന്ന അവതാര പുരുഷന്മാരുടെ നടുവിൽ പാപികളെ ചേർത്ത് പിടിച്ചിട്ട് മോനെ മോളെ എന്ന് വിളിച്ചൊരു പുസ്തകം, അത് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവിന്റെ വചനമാണ്. ഇവള് അപമാനിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും തിരിഞ്ഞു പോകാത്തതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? ഒറിജിനൽ അവകാശി ഇവളാണ്. ഇന്ന് രാത്രി എൻ്റെ വചനം കേൾക്കുന്ന ഈ ദൈവമക്കളോടും പുറത്തുള്ളവരോടും പറയാം, ഈ സന്ദേശം വെച്ചെന്തിനാണെന്നറിയാമോ? നിന്റെ അവകാശത്തിലേക്ക് നിന്നെ പിടിച്ചു കയറ്റാനാ. നീ സ്തോത്രം അവിടെ താമസിക്കാനുള്ളവനല്ല. പാപത്തിനകത്ത്, മദ്യപാനത്തിനകത്ത്, അരുതായ്മകളുടെ അകത്ത്, അധാർമികതക്കകത്ത് നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും ജീവിതം തകർത്ത് കളയാനുള്ളതല്ല. നിനക്ക് വേണ്ടി സ്വർഗം ചില അവകാശങ്ങൾ ഇന്ന് രാത്രി പ്രഖ്യാപിക്കാൻ പോവുക. ഈ ലോകത്തിന്റെ എത്ര ഓഹരി കിട്ടിയില്ലെങ്കിലും, ലോകത്തിന്റെ അപ്പന്മാര് തന്നില്ലെങ്കിലും, അതിനപ്പുറത്തൊരു ദൈവത്തിന്റെ കരുതൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ വീട്ടിൽ ഓഹരി കിട്ടാത്തവരും സ്നാനപ്പെട്ടിട്ട് തിരിഞ്ഞു പോയില്ലല്ലോ. അപ്പൻ ഓഹരി തരത്തില്ലെന്ന് പറഞ്ഞിട്ടും സ്നാനപ്പെട്ട് ഞങ്ങൾ ഇനി മാപ്പ് പറയാമെന്നും പറഞ്ഞ് തിരിച്ചു ചെന്നിട്ടില്ലല്ലോ. ഈ വെളിപ്പാട് അകത്ത് കയറിയവൻ അറിയാ, ദൈവം ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾക്ക് അവകാശമായി ചിലതുണ്ട്. ഈ ലോകത്തിന്റെ അപ്പന്മാര് തരാത്ത ഒരു ജന്മാവകാശത്തിലേക്ക് ഇന്ന് രാത്രി ക്രൂശിലൂടെ നമ്മൾ പിടിച്ചു കയറ്റുന്ന ഒരു ജനനമിവിടെ നടക്കണം. ഇവൾ ഏറ്റവും വലിയ മറുപടി കർത്താവ് എന്ന് കേൾക്കാൻ ഏറ്റവും വലിയ വിലയാണ് കൊടുത്തത്. അവളോട് പ്രാർത്ഥിച്ചു, കർത്താവ് മിണ്ടിയില്ല. അവളെ കളിയാക്കി, ജാതി പറയുന്നത് പോലെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അവിടെയും അവൾ ചിരിച്ചോണ്ട് നിന്ന് കർത്താവിനെ ആരാധിക്കാനുള്ള കാരണം എന്നറിയാമോ? അവക്കറിയാം എനിക്കുള്ള വിടുതൽ ഇവന്റെ കരത്തിലുണ്ട്. എൻ്റെ പിതാക്കന്മാർക്ക് നഷ്ടപ്പെട്ട അവകാശ ഭൂമിയിലേക്ക് ഇവനിലൂടെ അല്ലാതെ ഞങ്ങൾക്കൊരു തിരിച്ചു കയറ്റയില്ല. ഇന്ന് രാത്രി ദൈവമക്കളെ, നിങ്ങൾ ഔദാര്യം ചോദിക്കാൻ വന്നവനല്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാകാം ആദ്യം നമ്മൾ ഈ വിശ്വാസത്തിൽ വരുന്നത്. പെന്തക്കോസിനകത്ത് ആരും വെളിപ്പാടൊന്നും കയറി അങ്ങനെ വരാറില്ലല്ലോ. ഏതൊക്കെ പ്രതികൂലങ്ങളാകാം പ്രാർത്ഥനാ റൂമിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അന്ന് നിങ്ങൾ ഒരുപാട് അപേക്ഷിച്ചിട്ടും കാണും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്താ, നിങ്ങൾ ഔദാര്യം വേണ്ടി വന്നവരല്ല, നിങ്ങൾ അവകാശത്തിന് വേണ്ടി വന്നവരാണ്. ഈ സുവിശേഷ യോഗം വെച്ചത് ഇങ്ങനെ വന്നാൽ നിങ്ങളെ സൗഖ്യമാക്കാൻ. സൗഖ്യം ഔദാര്യമല്ല, വിടുതൽ ഔദാര്യമല്ല, രക്ഷ ഔദാര്യമല്ല, നീതീകരണം ഔദാര്യമല്ല. അപ്പന്റെ മക്കളായതുകൊണ്ട് നിങ്ങളുടെ അവകാശമാണ്. സുവിശേഷ പ്രസംഗത്തിന്റെ കാതലതാ, സുവിശേഷത്തിന്റെ സന്ദേശം അതാണ്. രക്ഷ അവകാശമാണ്, ദൈവമക്കൾക്കുള്ള അവകാശമാണ്. രക്ഷയും പാപവിമോചനവും വിടുതലുമൊക്കെ ബൈബിളിനകത്ത് അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. അപ്പത്തിന് 5 അർത്ഥം ഉള്ളത്. ഒന്ന് ദൈവത്തിന്റെ വചനമാണ്. ന്യായപ്രമാണം പഠിപ്പിക്കുന്ന യഹൂദം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഇത് പ്രസംഗിക്കാനുള്ള അധികാരം നമുക്ക് കിട്ടിയത് ഞാൻ എൻ്റെ അവകാശം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ദൈവത്തിന്റെ വചനം അപ്പമാകുന്നു. 2, ദൈവത്തിന്റെ വചനം അപ്പമാകുന്നു, ക്രിസ്തു അപ്പമാകുന്നു. ഈ ക്രിസ്തു അവർക്ക് മാത്രം, മിശിഹ അവർക്ക് വേണ്ടി മാത്രമാണെന്നും പറഞ്ഞ് അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. മനുഷ്യത്വം മറ്റുവരന്റെ ഊഷരഭൂമിയിൽ മുറിവേറ്റി കിടക്കുന്നവന്റെ മതം നോക്കാതെ മാറോട് ചേർത്ത് പിടിക്കുന്ന ആ മനുഷ്യനായി അവതരിച്ച മാനവികതയെ വെളിപ്പെടുത്തിയ മാർഗദർശിയാകുന്ന നല്ല ശമരിക്കാരന്റെ ഉപമ അവരെ കാണിച്ചു കൊടുത്തിട്ടും പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലായില്ല. മുറിവേറ്റി കിടക്കുന്നവന്റെ മതം നോക്കി അവർ തള്ളിക്കളഞ്ഞില്ലേ? പക്ഷെ ഇവക്ക് മനസ്സിലായി, അന്യജാതിക്കാരെന്ന് ലോകം വിളിച്ചാലും വന്നവൻ എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പനാ മിണ്ടാതിരിക്കുന്നത്, എൻ്റെ അപ്പനാ എന്നോട് എതിര് പറഞ്ഞത്, എൻ്റെ അപ്പനാ എന്നെ അവഗണിച്ചത്. അതുകൊണ്ട് എനിക്ക് പരാതിയില്ല. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി നിൽക്കും. ഇന്ന് രാത്രി ഭർത്താവ് കാണാത്ത, ഭാര്യ കാണാത്ത, അപ്പൻ കാണാത്ത, അമ്മ കാണാത്ത, കൂടപ്പുറപ്പ് കാണാത്ത, അയൽപക്കക്കാരി കാണാത്ത, ആരും കാണാത്ത നിന്റെ വേദനയെ കാണുന്ന ഒരു അപ്പൻ സ്വർഗത്തിലുണ്ട്. നിന്റെ നൊമ്പരങ്ങളെ അറിയുന്ന ഒരപ്പൻ സ്വർഗത്തിലുണ്ട്. അവനെ ഒന്ന് തിരിച്ചറിയണം. അതാണ് സുവിശേഷ യോഗം ഞങ്ങൾ ഇങ്ങനെ അലറിക്കൂവി പ്രസംഗിക്കുന്നത്. ആരെ അറിയണം? യേശു എൻ്റെ അവകാശമാണെന്ന് അറിയണം.
ഇവൾ പറയുന്നു കനാൻ നാട് എൻ്റെ അവകാശ. ലാൻഡ് ഈസ് ആൻ ഐഡന്റിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്. ബൈബിളിൻ്റെ ഒരു തീമാണത് കേട്ടോ. നമുക്ക് ഐഡന്റിറ്റി കിട്ടുന്നത് എന്താ? ബംഗാളി ഇവിടെ പണിക്ക് വന്നിട്ട് ഓണത്തിന് തിരിച്ചു പോണേ, ക്രിസ്മസിന് തിരിച്ചു പോണേ, ഭാര്യ ഗർഭിണിയാകുമ്പോൾ തിരിച്ചു പോണേ, അവിടെ പരിപാടി നടക്കുമ്പോൾ തിരിച്ചു പോണേ. അവൻ്റെ ഐഡന്റിറ്റിക്കാർ ഇവിടെ അല്ല, അവന് പോയേ പറ്റൂ. ഇവിടെ ഏതൊക്കെ മിടുക്കം ബംഗാളി വന്നാലും അവൻ കുറേ നാൾ കഴിയുമ്പോൾ കാശുമായിട്ട് പോകും. പക്ഷെ മലയാളി ഇവിടെ തൊഴിലുറപ്പി ഉഴപ്പ് നടന്നിയാലും അവൻ ഈ കേരളം വിടത്തില്ല. കാരണം അല്ല, പണിയില്ലെങ്കിലും കേരളം വിടത്തില്ല. നമുക്കിവിടെ ആധാർ കാർഡുണ്ട്, നമുക്കിവിടെ റേഷൻ കാർഡുണ്ട്, നമുക്കിവിടെ പട്ടയുള്ള ഭൂമിയുണ്ട്. മലയാളി ഇവിടെ അല്ലാതെ പിന്നെ എവിടെ പാർക്കും? നമുക്ക് ലാൻഡാണ് ഐഡന്റിറ്റി. നമ്മൾ ഇതിലെ കൂടെ രാവിലെ അവർക്ക് 12 മണിക്ക് നടന്ന ഒരു പോലീസും പിടിക്കുകയില്ല. വേണ ചോദിക്കും, ഒന്ന് ഊതാൻ പറയും. കള്ളടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ. ഊതിച്ചിട്ട് കുഴപ്പമില്ലെങ്കിൽ വീട്ടിൽ പൊക്കോളാൻ പറയും. കാരണം എന്താണെന്നറിയാമോ? ദിസ് ഈസ് അവർ ലാൻഡ്. ലാൻഡ് ഈസ് ആൻ ഐഡന്റിറ്റി. ഇതെന്റെ നാടാ, അതുകൊണ്ട് എന്നെ മലയാളി എന്ന് വിളിക്കുന്നത്. അവൻ ബംഗാളി എന്ന് വിളിക്കാനുള്ള കാരണം ബംഗാളി എന്ന് എഴുതി വെച്ചത് കൊണ്ടല്ല, അവന്റെ ഐഡന്റിറ്റിക്കാരർ ബംഗാളി ആയതുകൊണ്ട്. ഇവൾ പറയും എന്റെ ഐഡന്റിറ്റിക്കാരർ കനാന. അതുകൊണ്ട് കനാനി വന്ന രക്ഷകൻ എന്റെ രക്ഷകനാ. കനാൻ നാട് പാലും പേര് ഒഴുകുന്ന നാട് എന്റെ അവകാശ ഭൂമിയാ. എനിക്ക് അവകാശം നഷ്ടപ്പെട്ടു, എന്റെ കുടുംബത്തിന് അവകാശം നഷ്ടപ്പെട്ടു, എന്റെ ജാതിക്ക് അവകാശം നഷ്ടപ്പെട്ടു. തിരികെ നൽകുക മുന്നാധാരം കയ്യിലുള്ള ഇവൾ ധൈര്യത്തോടെ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് അവകാശത്തിലേക്ക് പിടിച്ചു കയറണം. മനസ്സിൽ എല്ലാരും ഓടി ഒളിക്കുമ്പോ ഞങ്ങളത് ചുമന്നോളാം. അതാ അവള് പറഞ്ഞ വെളിപ്പാട്. ഇന്ന് രാത്രി ഈ ആരാധന ലോകത്തിന് നിന്ദ്യമാണ്, ഈ ആരാധന ലോകത്തിന് പരിഹാസമാണ്, ഈ യേശുവിനെ ലോക കളിയാക്കും. എന്നാൽ ഇന്ന് രാത്രി എന്റെ അപ്പനാണെന്നും പറഞ്ഞ് അവനെ ആരാധിക്കാൻ തീരുമാനമെടുത്ത നിന്റെ കുടുംബത്തിന്റെ ചരിത്രം തിരിയുന്ന രാത്രി, നിന്റെ തലമുറയുടെ ചരിത്രം തിരിയുന്ന രാത്രി, നിന്റെ കുടുംബത്തെ അനുഗ്രഹത്തിലേക്ക് ഉയർച്ചയിലേക്ക് പിടിച്ചു കയറ്റാറിഞ്ഞു യേശു എനിക്ക് അവകാശത്തെ തിരികെ നൽകാൻ. എന്റെ പെങ്ങൾക്ക് ഞങ്ങളുടെ അപ്പൻ്റെ ഓഹരി വീതം വെച്ച് കൊടുത്തു. അപ്പോൾ അതിന് കൊടുത്ത സ്ഥലം ആദ്യം ലോൺ എടുത്തു. ഈ രണ്ടാമത്തെ ലോണിന് വേണ്ടി വന്നപ്പോൾ വീണ്ടും ലോണിന് വേണ്ടി ചെന്നപ്പോൾ, ആദ്യത്തെ ലോണിന് ഞങ്ങൾ കൂടെ പോയിരുന്നു. രണ്ടാമത്തെ വീണ്ടും ലോണിന് വേണ്ടി ചെന്നപ്പോൾ ബാങ്കുകാർ പറഞ്ഞു, ഇവന് ആ പട്ടയം നമ്മൾ എഴുതി കൊടുത്തതാണ്, അവർക്ക് കൊടുത്ത ഓഹരി കൊടുത്തതാണ്. പക്ഷേ ബാങ്കുകാർ പറഞ്ഞു ഇതിൻ്റെ ഒറിജിനൽ ആധാരം കാണണം, മുന്നാധാരം കാണണം. മുന്നാധാരം കാണാതെ നിങ്ങൾ ഈ കൊണ്ടുവന്നുകൊണ്ട് ബാങ്കിൽ ലോൺ തരാൻ പയ്യനോടി എൻ്റെ അടുത്ത് വന്നു, മാമ മുന്നാധാരം തരാൻ. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായോ? എടാ യഹൂദ, നീ എത്ര വലിയ ഞങ്ങളുടെ ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഈ കനാൻ നാടിൻ്റെ മുന്നാധാരം ഇവളുടെ കരുതിലാണ്. മുന്നാധാരം ഒന്നുമല്ല കേട്ടോ. എന്തൊക്കെ ഒരു മതമാക്കി കളഞ്ഞു ചിലരൊക്കെ. പക്ഷേ ഇതൊരു മതമൊന്നുമല്ല, ഇതൊരു മാർഗമാണ്. എങ്ങോട്ട് പോകാൻ? നിത്യതയുടെ കൂടാരത്തിലേക്ക് പോകാനുള്ള ഏക വഴി. ഇവള് പറയുന്നു, ഞാൻ ഇതിന് അവകാശിയാ, എനിക്കറിയാം, ഞാൻ പിതാക്കന്മാരിന്ന് കേട്ടിട്ടുണ്ട്, എൻ്റെ അപ്പൻ എൻ്റെ പാപത്താൽ നഷ്ടപ്പെട്ടതാണ്. ഇനി അടുത്തെൻ്റെ ദൂതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവൾ അവകാശഭൂമി തിരിച്ചറിഞ്ഞു. അവകാശഭൂമി തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രം കിട്ടിയല്ല, അത് കിട്ടണമെങ്കിൽ എങ്ങനെ നഷ്ടപ്പെട്ടെന്നറിയണം. ഞങ്ങൾ ഉണ്ടാകും കർത്താവേ എന്ന് പറയുക മാത്രമല്ല, അവൾ ആ ക്രൂശിന്റെ ചുവട്ടിൽ അവളും അവളുടെ ആൾക്കാരും ഉണ്ടായിരുന്നു. യേശുവിനെ കാൽവറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നോഹയുടെ 2 മക്കളിൽ ഒരു മക്കളാണ് ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു മക്കളെല്ലാം ഇട്ടേച്ചും പോയി. അപ്പോൾ വയലിൽ നന്ന് പണിക്കും പോയിട്ട് വരുന്ന കുറേനേക്കാരൻ ശീമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടുകൊണ്ട് അത് കാഴ്ചക്കാരനായി നോക്കി നിന്നതാ. കാരണം ഇവരുമായിട്ട് അവൻ അത്ര വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ ക്രൂശിൽ ചെല്ലുന്നതിന് മുമ്പ് കർത്താവ് മരിക്കുമെന്ന് തോന്നിയ പടയാളികൾ കൂടെ നിന്നവരോടൊക്കെ ചോദിച്ചു, ഈ ക്രൂശ് ഒന്ന് താങ്ങിക്കൊടുക്കാമോ? നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സാലറി തരാം. കാരണം മരിച്ചു വീണാൽ ഉത്തരവാദിത്വം പറയേണ്ടത് പടയാളികളാണ്. 4 പടയാളികളും ഒരു ശതാധിപനും നേതൃത്വം കൊടുത്തുകൊണ്ട് കർത്താവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈബിൾ പറയുന്നു, അവന്റെ വസ്ത്രം അവർ പകിട്ടെടുത്തു, അങ്കിക്കായി ചീട്ടിട്ടു. സുവിശേഷകർ പറയുന്നു, ആ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് അവന്റെ വസ്ത്രമെല്ലാം ഊരി മാറ്റി, അത് 4ആയിട്ട് അവർ പകിട്ടെടുത്തു. ഒരങ്കി ഉണ്ടായിരുന്നത് ചീട്ടിട്ടെടുത്തു. ഇപ്പോൾ എൻ്റെ കർത്താവ് പോകുന്നത് നഗ്നനായിട്ടാണ്. ക്രൂശിലേക്ക് അവൻ പോകുന്നത് നഗ്നനായിട്ടാണ്. അവനെ അപമാനിക്കാൻ, അവനെ ആക്ഷേപിക്കാൻ, അവനെ ഒന്നുമല്ലെന്ന് തെളിയിക്കുവാൻ ഒരു വസ്ത്രം പോലും കൊടുക്കാതെ യേശു കർത്താവിനെ കാൽവരിയിലേക്ക് വിടുമ്പോൾ ലോകം, നീയാണോ ഞങ്ങൾക്ക് വസ്ത്രം തരാൻ തോന്നുന്നത്? ഞങ്ങൾക്ക് നീതിയുടെ വസ്ത്രം തരാം, ഞങ്ങൾക്ക് വിശുദ്ധിയുടെ വസ്ത്രം തരാം, ഞങ്ങൾക്ക് പാപമോചനത്തിന് വസ്ത്രം നൽകുവാൻ വന്ന നിന്റെ വസ്ത്രം ഞങ്ങൾ അഴിച്ചെടുത്തെന്ന് പറഞ്ഞ് ഒരു സമൂഹം മുഴുവൻ യേശുവിനെ കുറ്റം പറഞ്ഞ് കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുമ്പോ ഈ കുറേനേക്കാരനോട് ചോദിച്ചു, നീ പോകുന്ന മനുഷ്യന് ക്രൂശൊന്ന് ചുമക്കാൻ പറ്റുമോ? സ്വോത്രം. ഇവൻ അപ്പ കയറി കത്തിയതെന്നാന്നറിയാമോ? ഞങ്ങൾ ഈ സമയത്തും യഹൂദന്റെ പെരുന്നാൾ നടക്കുമ്പോഴും ആലയത്തിനകത്ത് പോകാൻ സ്വാതന്ത്ര്യമില്ലാതെ, അന്നും വയലിൽ പണിക്ക് പോകാൻ അടിമത്തത്തിന്റെ അനാഥത്വം പേര്
കയറിക്കൊണ്ട് ശാപമായി ഞങ്ങളുടെ ജീവിതം മാറിയതിന്റെ കാരണം ഈ ലോകത്തിന്റെ തീരാധാരം മൂന്നായി ദൈവം കൊടുത്തതാ എന്റെ അപ്പന്. ആ അപ്പൻ അടിമത്തത്തിലേക്ക് പോകാനുള്ള കാരണം നോഹ എന്ന് പറയും ഞങ്ങളുടെ മുത്തശ്ശൻ വസ്ത്രമില്ലാതെ കിടന്നപ്പോ മൂടാൻ എന്റെ അപ്പൻ തയ്യാറായില്ല. അതുകൊണ്ട് എന്റെ അപ്പൻ, എന്റെ കുടുംബം, തലമുറ തകർക്കപ്പെട്ടു, ശപിക്കപ്പെട്ടു. ആ ശാപത്തിൽ നിന്ന് എനിക്ക് വിടുതലിനുള്ളൊരു വഴി ഇപ്പൊ തുറന്നു കിട്ടിയിരിക്കുകയാണ്. ലോകത്തിന്റെ തേജോമയനായ ദൈവപുത്രൻ, ലോകത്തിന്റെ അപ്പനാകുന്നവൻ ഇതാ വസ്ത്രമില്ലാതെ കാൽവരി ക്രൂശിലേക്ക് നഗ്നനായി അപമാനിക്കപ്പെട്ടു പോകുമ്പോ ഇവൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ആ ക്രൂശ് ഒന്ന് എടുത്തോളാം. സ്തോത്രം. ചരിത്രം പറയുന്നത് ക്രൂശിന്റെ ഫ്രണ്ടിൽ അവരാരെയും വെടിപ്പിക്കത്തില്ല. ആ ക്രൂശിന്റെ ഇങ്ങനെ ഇരിക്കുമ്പോ ക്രൂശിന്റെ പുറകിൽ ഈ കുറേനേക്കാരൻ അങ്ങ് കയറി നിന്നു. ക്രൂശിന്റെ പുറകിൽ കുറേനേക്കാരൻ കയറി നിൽക്കുന്നത് വെളിപ്പാടിൽ തിരിച്ചറിഞ്ഞ ഈ പെൺകുട്ടി പറഞ്ഞത്, എന്റെ അപ്പൻ അപമാനിക്കപ്പെട്ടു പോകുമ്പോ, വസ്ത്രമില്ലാതെ പോകുമ്പോ, ഇത് മുറുക്കപ്പെടുമ്പോ എല്ലാരും ഓടിപ്പോകും, ഞങ്ങൾ അത് തിന്നാൻ ഉണ്ടാകുമെന്ന് ഇവൾ പറഞ്ഞതുപോലെ തന്നെ ഇവൻ ഓടി വന്ന് ക്രൂശിന്റെ പുറകിൽ നിന്നപ്പോൾ നടന്ന മർമ്മേനെന്നറിയാമോ? ഫ്രണ്ടിൽ നിൽക്കുന്നത് പിതാവായ ദൈവം മാത്രമാണ്. ക്രൂശിലെ മലയിലേക്ക് കർത്താവ് കയറുമ്പോ അവിടെ കർത്താവിനെ എതിരൊക്കെ നിൽക്കുന്നത് സ്വർഗത്തിലെ ദൈവം മാത്രമാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ കർത്താവിന്റെ നഗ്നത മറക്കേണ്ട കാര്യമില്ല. കാരണം അവൻ തേജോമയനായ ദൈവമാണ്. ദൈവം മനുഷ്യത്വത്തിൽ ഇറങ്ങി വന്നവനാണ്. പിതാവിന്റെ മുമ്പിൽ യേശുവിന് വസ്ത്രത്തിന്റെ ആവശ്യമില്ല. പിതാവിന്റെ മുമ്പിൽ യേശുവിന്റെ നഗ്നത മറക്കേണ്ട കാര്യമില്ല. അവൻ തേജസ് വാരി ചുറ്റിയ ദൈവമാണ്. എന്നാൽ പുറത്തു നിൽക്കുന്ന, പുറകിൽ നിൽക്കുന്ന മനുഷ്യൻ, അവരെല്ലാം കർത്താവിന്റെ നഗ്നത കണ്ട് അലറി ചിരിച്ചോണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ അങ്ങ് വന്നിട്ട് യേശുവിനെ പുറകിൽ കയറി അങ്ങ് നിന്നിട്ട് പറഞ്ഞു, എന്റെ അപ്പന്റെ നഗ്നത ഞാൻ മറച്ചു പിടിക്കുകയാണ്. ലോകം കാണാതെ, വസ്ത്രമില്ലാതെ കാൽവരി ക്രൂശിലേക്ക് പോയ തന്റെ അപ്പന്റെ നഗ്നത അങ്ങ് മറച്ചു പിടിച്ചിട്ട് അവൻ പറയുകയാണ്, എന്റെ അപ്പൻ നോഹ പണ്ട് വസ്ത്രമില്ലാതെ കിടന്നപ്പോ ഞങ്ങൾ ശപിക്കപ്പെട്ടെങ്കിൽ ഈ അപ്പന്റെ നഗ്നത ഞങ്ങൾ മാറ്റുമ്പോ ആ ശാപം അവിടെ പോറ്റുകയാണ്. വചനം മനസ്സിലായവർ കരമടിച്ച ദൈവത്തിന് നന്ദി പറ. സുവിശേഷം ഇതിന്റെ ശാപം പൊട്ടിക്കുന്നതാണ്. സുവിശേഷം നമ്മുടെ അടിമത്തത്തെ പൊട്ടിച്ചു കളയുന്നതാണ്. ഇന്ന് നീ അടിമയല്ല, നീ ഉടമയാണ്. സുവിശേഷം നമുക്ക് നൽകുന്ന സന്ദേശം, അതുവരെ കനാൻ അടിമയാ, ഇനി അവൻ അടിമയല്ല. ഇന്നലെ മെലിഞ്ഞാന്ന് പത്രങ്ങളിൽ വന്ന ഏറ്റവും വലിയ കേരളത്തിലെ വാർത്താ പ്രാധാന്യമുള്ള ന്യൂസ് നിങ്ങൾക്കറിയാം. ഈ കേരളത്തിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനാകുന്ന ശാരദ മുരളീധരൻ എന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറിയോട് നിന്റെ ഭരണം കറുപ്പാണെന്ന് ആരോ പറഞ്ഞു. അതിന് അവൾ കൊടുത്ത മറുപടി നിങ്ങൾക്കറിയാം. സ്തോത്രം. കറുപ്പിനെ ഞാൻ സ്നേഹിക്കുന്നു, കറുപ്പിനെ ആരാധിക്കാൻ എൻ്റെ തലമുറ എന്നെ പഠിപ്പിച്ചു. കറുപ്പിന് അഴകുണ്ട്, കറുപ്പുള്ളവനും ഇവിടെ എന്തൊക്കെയും പിടിച്ചടക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ പറയാൻ അവളെ പ്രേരിപ്പിച്ചത് ഈ സുവിശേഷം പകർന്ന വെളിച്ചമാണ്. വഴി നടക്കാനും, വസ്ത്രം ധരിക്കാനും, അക്ഷരം പഠിക്കാനും, ആരാധിക്കാനും ജാതി പറഞ്ഞ് ജാതിക്കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയ ഈ കാലഘട്ടത്തിനകത്ത് ജാതി പറയാതെ, ജാതി നോക്കാതെ, കളർ നോക്കാതെ, കാശ് നോക്കാതെ തൻ്റെ ഇടത്തോടെ യേശുവിനെ ആരാധിപ്പാൻ, തൻ്റെ ഇടത്തോടെ സ്കൂളിൽ പോകാൻ, തൻ്റെ ഇടത്തോടെ വഴി നടക്കാൻ ഈ ജനത്തിന് സ്വാതന്ത്ര്യം കൊടുത്തത് സുവിശേഷം അടിമത്തം പൊട്ടിച്ചത് കൊണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ ചങ്ക് പൊട്ടി വിളിച്ചു പറയുന്നതിന്റെ കാരണം അവൻ ക്രൂശിലൂടെ തന്ന അടിമത്തം പൊട്ടിച്ചതിന്റെ ആ സത്യം നിങ്ങൾ അറിയാതെ ഈ ലോകത്തിൽ പലതിനും അടിമയായി കിടക്കരുതേ. ചില ശാപങ്ങൾ പിന്തുടരുന്നത്, ചില രോഗങ്ങൾ പിന്തുടരുന്നത്, ചില വേദനകൾ പിന്തുടരുന്നത്, തലമുറ അഴുക്കായി സ്വന്തം മരണക്കടിയിലേക്ക് പോകുന്നതിന്റെ പുറകിൽ അവരെ പിന്തുടരുന്ന ചില ശാപങ്ങളുണ്ട്. ഇന്ന് രാത്രി ആ ശാപത്തെ പൊട്ടിച്ച യേശുവിന്റെ ക്രൂശിനെ ഞങ്ങൾ ഈ പട്ടണത്തിൽ ഉയർത്തുകയാണ്. സുവിശേഷം അടിമ മാറ്റുന്നതാണ്. സുവിശേഷം ശാപം പൊട്ടിക്കുന്നതാണ്. സുവിശേഷം നിനക്ക് അവകാശത്തിലേക്ക് നിന്നെ പിടിച്ചു കയറ്റുന്നതാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ അവകാശം ഏറ്റെടുക്കാൻ ആഗ്രഹമുണ്ട്? ഇവള് പറഞ്ഞ വെളിപ്പാടതാ. ഈ അപ്പം നുറുങ്ങി താഴെ വീഴും, അപ്പം ഞങ്ങൾ അത് തിന്നോളാം. ചിലർക്ക് ഇങ്ങനെ പറയും, പക്ഷെ തിന്നാൻ കൂടെ കാണത്തില്ല. പക്ഷെ ഇവള് പറഞ്ഞു, ഞങ്ങൾ ഉണ്ടാകും. ഈ കുറേനേക്കാരൻ ശീമോൻ കർത്താവിന്റെ ക്രൂശ് അങ്ങ് തൊട്ടപ്പോ ബൈബിൾ പറയുന്നു, അന്ന് ക്രൂശ് എടുക്കുമ്പോൾ ഇവനെ മാത്രമേ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ മർക്കോസ് ഇവന്റെ ചരിത്രം എഴുതി. ഇവന്റെ ചരിത്രം എഴുതിയപ്പോൾ എഴുതിയ വാക്ക് എങ്ങനെയാണെന്നറിയാമോ? അടിമത്തത്തിന്റെ അനാഥത്വം പേറിക്കൊണ്ട് ഒരു അടിമയെ പോലെ, അറവുശാലയിലേക്ക് അറുക്കപ്പെടാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ ക്രൂശിലേക്ക് കൊണ്ടുപോകുന്ന കുറേനേക്കാരൻ അന്ന് ലോകം നോക്കി പറഞ്ഞു, നീ അടിമ, നിനക്കിവിടെ പള്ളിയിൽ സ്ഥാനമില്ല, നിനക്കിവിടെ പഠനത്തിന് സ്ഥാനമില്ല, നിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് പട്ടണത്തിന് പുറത്തു വെക്കണം. പട്ടണത്തിന്റെ പടിയടച്ച് പിണ്ഡം വെച്ചെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞപ്പോൾ സുവിശേഷം കത്തി ജ്വലിച്ചൊരു വെള്ളിപ്രകാശം പോലെ രാജ്യത്തെ കീഴടക്കിയപ്പോൾ അവന്റെ തലമുറകളെ പള്ളിയിലും പട്ടണത്തിലും പ്രസിദ്ധനാക്കി ദൈവം മാറ്റി. അങ്ങനെ പരിശുദ്ധാത്മാവ് അവന്റെ ചരിത്രം എഴുതുന്നത് മർക്കോസ് 15:21. അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും ഒരുത്തൻ ഗവർണറാ, ഒരുത്തൻ അറിയപ്പെടുന്ന ചർച്ചിലെ പാസ്റ്ററാ. അതുകൊണ്ട് അവന്റെ പേര് പറഞ്ഞാലേ അപ്പനെ അറിയൂ. പണ്ട് അപ്പന്റെ പേര് പറഞ്ഞാലേ മക്കളെ അറിയൂ. പക്ഷേ 20 കൊല്ലം കഴിഞ്ഞപ്പോൾ മക്കളുടെ പേര് പറഞ്ഞാലേ അപ്പനെ അറിയൂ. അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായ കുറേനേക്കാരനെന്ന് എഴുതാനുള്ള കാരണം 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ക്രൂശ് എടുത്തവന്റെ ചരിത്രം
മാത്രമല്ല അവന്റെ തലമുറയുടെ ചരിത്രം പോലും പരിശുദ്ധാത്മാവ് തിരിച്ചെങ്കിൽ ഈ രാത്രി ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒന്നാമത്തെ രാത്രി നിന്റെ കുടുംബത്തിന്റെ ശാപം പൊട്ടുന്ന രാത്രി. മദ്യപാനത്തിന്റെ ആസക്തികൾക്കകത്ത് ജീവിതം ഹോമിക്കുന്ന ആരെങ്കിലൊക്കെ ഞങ്ങളെ കേൾക്കുന്നു. ഇത് മാറ്റാൻ പറ്റത്തില്ല, ഇത് ഞങ്ങൾ ഇന്ന് വിട്ടുമാറത്തില്ല. പാരമ്പര്യമായ രോഗങ്ങൾ, പാരമ്പര്യമായ ശാപങ്ങൾ, പാരമ്പര്യമായ തിന്മകളെല്ലാം ഞങ്ങളെ പിന്തുടരുന്നു എന്ന് ആരെങ്കിലൊക്കെ ഭാരപ്പെടുന്നോ, ഭയപ്പെടുന്നോ? പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ ഷുഗർ, അമ്മയുടെ കൊളസ്ട്രോള്, അപ്പൻ്റെ വലിവ്, അമ്മയുടെ ശ്വാസം മുട്ടൽ, അപ്പൻ്റെ വലിവ്, അമ്മയുടെ വലിവ്, അതൊക്കെ ഞങ്ങൾക്ക് വരും. അപ്പൻ ക്യാൻസർ വന്ന് മരിച്ചു, അമ്മയും അങ്ങനെ തന്നെ, കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെ മരിക്കും. അവരൊക്കെ വീട്ടിൽ ആത്മഹത്യയാണ്. ഇനി മക്കളും അങ്ങനെയൊക്കെ തന്നെ പാരമ്പര്യമായി പിന്തുടരുന്ന എല്ലാ അടിമത്തത്തെയും ശാപത്തെയും പൊട്ടിക്കാൻ സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി ഇതിനൊരു മോചനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ എത്ര നല്ല സർക്കാർ മാറിയും തിരിഞ്ഞും വന്നിട്ടും കാര്യമില്ല. അവരെല്ലാം ഇവിടെ കള്ളു കുടിച്ചോന്നറിയാൻ വേണ്ടി യന്ത്രമുണ്ട്, കഞ്ഞു കുടിച്ചോന്നറിയാൻ ഒരു യന്ത്രമില്ല. പക്ഷെ സഭയിലോട്ട് പോവാ, അവിടെ കള്ളു കുടിച്ചോന്നറിയാൻ യന്ത്രം ഇല്ലെങ്കിലും അടുത്തിരിക്കുന്നവൻ കഞ്ഞു കുടിച്ചോന്ന് ഞങ്ങൾ ചോദിക്കും. സ്തോത്രം. അതാ ഈ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത. ഞാൻ മനസ്സിലാക്കി എൻ്റെ കൂട്ടായ്മയുടെ പ്രത്യേകതയാണ് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആമേൻ പറഞ്ഞാൽ മതി. അവിടെ കള്ളു കുടിച്ചോന്ന് നോക്കാൻ പാസ്റ്റർമാരില്ല, പക്ഷേ കഞ്ഞു കുടിച്ചോന്ന് ചോദിക്കാൻ പാസ്റ്റർമാരുണ്ട്. നമ്മുടെ മനസ്സൊന്ന് നീറിയാൽ, നമ്മുടെ മുഖമൊന്ന് വാടിയാൽ കാരണം ചോദിക്കാൻ ആൻറ്റിമാരും അച്ചായന്മാരും ഓടി വരും. എന്താ മോനെ കരയുന്നത്? അത് നിന്നെ താങ്ങി നിർത്തുന്ന ഒരു കൂട്ടായ്മ, നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കൂട്ടായ്മ, നിനക്ക് വേണ്ടി നിലവിളിച്ച് കരയുന്ന ഒരു കൂട്ടായ്മ. പോട്ടെ എന്ന് ലോകം പറയുമ്പോൾ അല്ല, വിട്ടുകൊടുക്കാതെ അവർക്ക് വേണ്ടി ഉപവസിച്ച് കരയുന്ന ഒരു കൂട്ടായ്മ. അത് അടുത്തിരിക്കുന്നവന്റെ വേദന തിരിച്ചറിഞ്ഞ ഒരു കൂട്ടായ്മയാണ് പെന്തക്കോസ്ത് മാർഗമെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നു. സമൂഹം തള്ളിയോ, മതം തള്ളിയോ, സമുദായം തള്ളിയോ, രാഷ്ട്രീയം തള്ളിയോ, കരയുന്നവരെ ആവശ്യമുള്ള ഒരു കൂട്ടായ്മ ഈ തലയോലപ്പുറമുണ്ട്. അതാണ് ന്യൂ ലൈഫ് ക്രിസ്ത്യൻ ചർച്ച്. നിങ്ങൾക്ക് വേണ്ടി കരയാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങളെ പിടിച്ചു കയറ്റാൻ തേജോമയനായ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടായ്മ. അതിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത്. ഇതൊരു മതം മാറ്റമല്ല, മനം മാറ്റമാണ്. മതം മാറ്റമല്ല, മനം മാറ്റമാണ്. ഇന്ന് രാത്രി മനസ്സ് മാറാൻ ആരെങ്കിലൊക്കെ തയ്യാറാകുമോ? ഈ കർത്താവിനെ എനിക്ക് വേണമെന്ന് പറയാൻ തയ്യാറാകുമോ? എൻ്റെ അപ്പൻ്റെ ശാപത്തെ, എൻ്റെ അമ്മയുടെ ശാപത്തെ, എൻ്റെ കുടുംബത്തിന്റെ ശാപത്തെ, കുടുംബപരമായി ശാപങ്ങൾ പേറിക്കൊണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, സുവിശേഷം ഉയർത്തുന്നിടത്ത് ശാപങ്ങൾ പൊട്ടും. ഇവള് പറഞ്ഞു, കർത്താവേ അപ്പം താഴെ വീണ് നുറങ്ങും, ഞങ്ങൾ നിന്നോളാം. അടുത്ത വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. മർക്കോസ് 7:24 വായിച്ചാല ഏറ്റവും നല്ലൊരു വാക്യം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ പെൺകുട്ടിയോട് കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ തന്നെ നിനക്ക് നടക്കട്ടെ. സ്വന്തം വീട്ടിലെ കുഞ്ഞിനെ ഭൂതം പിടിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലൊരു പെൺകുട്ടിയാണ്. എനിക്ക് അനുഭവമുണ്ട് ഈ വാക്യം വായിക്കുമ്പോൾ. എൻ്റെ പെങ്ങളെയൊക്കെ കയ്യും കാലും കെട്ടിയിട്ടാണ് ഞങ്ങൾ പെന്തക്കോസ്തി പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയത്. അവിടെ കൊണ്ട് പോകുമ്പോൾ ചീറിപ്പായുന്ന വാഹനത്തിൻ്റെ ഇടയിലൊക്കെ എൻ്റെ പെങ്ങള് ചാടിയിട്ട് അപ്പം മുടിക്കുത്തിന് പിടിച്ചതുകൊണ്ട് മാത്രമൊക്കെ രക്ഷപ്പെട്ട അനേക സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം പട്ടണത്തിൻ്റെ അകത്തും ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലേക്ക് അവൾ ഓടിപ്പോയപ്പോൾ എങ്ങനെയൊക്കെ വാഹനം നിർത്തിയെന്ന് അവർക്കും അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല. സ്തോത്രം. ഭൂതം ബാധിച്ചാൽ, ഭ്രാന്ത് പിടിച്ചാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഭയാനകമാണ്. ഈ പെൺകുട്ടി ഭൂതം പിടിച്ചാൽ അത് മാനസിക രോഗമായി മാറും. ഭൂതം പിടിച്ചു കിടക്കുന്ന ഈ പെൺകുട്ടിയെ കൊണ്ട് യേശു കർത്താവ് തൻ്റെ നാട്ടിൽ വന്നെന്ന് പറഞ്ഞപ്പോൾ പബ്ലിക്കിലൂടെ വരാൻ അപമാനിക്കപ്പെട്ട ഈ സ്ത്രീ ഉണ്ടല്ലോ, വീട്ടിലെ കുഞ്ഞിനെ പൂട്ടിയിട്ടിട്ടാകാം യേശുവിൻ്റെ അടുക്ക വന്നിട്ട് കരഞ്ഞത്, കർത്താവേ എൻ്റെ നിലവിളിക്കൊന്ന് ഉത്തരം തരണമേ. നിലവിളി കേൾക്കുന്നൊരു നല്ല കർത്താവ് ഇന്ന് രാത്രി ഉണ്ട് കേട്ടോ. നിന്റെ നിലവിളി മറ്റുള്ളവർക്ക് അരോചക, എൻ്റെ കർത്താവിനത് അലങ്കാര. കാരണം കണ്ണുനീരിന് സ്തോത്രം തുരുത്തിയിലാക്കി വെച്ച് മറുപടി നൽകുന്നൊരു നല്ല കർത്താവ്. ഇവൻ നിലവിളിച്ചു. നിലവിളിയുടെ മുമ്പാകെ കർത്താവ് അവൾക്ക് മറുപടി കൊടുത്തിട്ട് പറയുക, മോളെ സ്തോത്രം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിലോട്ട് ഓട്ടോട്ടായിരുന്നു. നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അവളുടെ ഇഷ്ടം അവൾക്ക് മാത്രമേ അറിയുള്ളൂ. കർത്താവിനോട് പോലും അവൾ പറഞ്ഞില്ല, അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയില്ല. മറുപടി കിട്ടിയപ്പോൾ ഇവളുടെ ഒറ്റ ഓട്ടായിരുന്നു. ആ ഓടി വീട്ടിലേക്ക് ചെന്നപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 7:24 മുതലുള്ള വാക്യങ്ങളിൽ അവസാനം എഴുതിയത് ഇങ്ങനെയാണ്. വീട്ടിൽ ചെന്നപ്പോൾ കട്ടിലിൽ മകളിരിക്കുന്നു, ഭൂതം വിട്ടുപോയി, മകൾ കട്ടിലിൽ ഇരിക്കുന്നു. ഇന്ന് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഭൂതം കട്ടിലിൽ ഇരിക്കുന്നു, മകള് വിട്ടുപോയി. സ്തോത്രമൊന്നും പറയണ്ട, ഏറ്റെടുത്താൽ മതി. ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ ഏതായി? കാരണം നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഭൂതം വീട്ടിലുണ്ട്, ഭൂതം വീട്ടിലുണ്ട്, മോൻ പോയി, ഭൂതം വീട്ടിലുണ്ട്, മോള് പോയി. പക്ഷെ കർത്താവിൻ്റെ അടുക്ക് വന്ന് നിലമ്പാട് വീണ് നിലവിളി ആരാധനയായി. ആരാധന വെളിപ്പാടായപ്പോൾ അവളോട് കർത്താവ് പറയുന്നു, നീ പോക്കോ, നിന്റെ ഇഷ്ടം നടക്കൂന്ന് പറഞ്ഞപ്പോൾ അവൾ ഓടിച്ചെന്നപ്പോൾ ഇന്നലെ വരെ ചെല്ലുമ്പോൾ കേൾക്കുന്ന വാർത്തകൾ, TV അടിച്ചു പൊട്ടിക്കുന്ന, ട്യൂബ് അടിച്ചു പൊട്ടിക്കുന്ന, തള്ളേന്ന് വിളിക്കുന്ന, സോദരൻ ഇറങ്ങി ഓടുന്ന, അലറിക്കൂവുന്ന, അരുതാത്തത് വിളിക്കുന്ന മോളെ കാണാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ യേശുവിന്റെ വാക്ക് കേട്ട് അവൾ ഓടി വീട്ടിലേക്ക് ചെന്നപ്പോൾ ഭൂതം അവളെ വിട്ടുപോയി. മോള് കട്ടിലിരിക്കുന്നു. ഇന്ന് രാത്രി ആർക്കും തരാൻ കഴിയാത്ത സമാധാനം
നിന്റെ കൂടാരത്തിനകത്ത്. അതേ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുന്നു, ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും വീട്ടിൽ ചെല്ലുമ്പോൾ ആ സന്തോഷം കെടുത്തുന്ന ഒരാൾ മതി. ഒരു മദ്യവൻ, ഒരു അവിശ്വാസി, ഒരു ദൈവകൃപയില്ലാത്തവൻ വീട്ടിലുണ്ടായ കുടുംബം നരകാകും, കുടുംബം കുട്ടിച്ചോറാകും. ബാക്കിയുള്ളവർ എത്ര കൃപയെന്ന് ഉപസിച്ചാലും അവന്റെ സമാധാനത്തെ കൂടി കളയുന്ന സ്വന്തം പൈശാചിക മേഖലകൾ ചിലരെയൊക്കെ അവകാശം പറഞ്ഞ് ആയുധമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ രാത്രി നിങ്ങൾക്കുള്ള ദൂര പിടിച്ചോ. നിങ്ങൾ ചെല്ലുമ്പോ വീടിനകത്ത് ഇവിടെ ഉയരുന്ന ആരാധനയും ഇവിടെ ഉയരുന്ന സമാധാനവും വീടിനകത്ത് വെളിപ്പെടുത്താൻ ഈ രാത്രി ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈ ഒന്നാമത്തെ രാത്രിയിൽ അങ്ങനെ ഒരു സാന്നിധ്യം ഈ കൂടാരത്തെ, ഈ പട്ടണത്തെ മൂടുന്ന രസന്ധികൾ, ഏത് ബലഹീനതയാ നിങ്ങൾ വീണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം വരുത്തിയാൽ ആർക്കും നൽകാൻ കഴിയാത്തത് നൽകുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി ദൈവം ചിലരുടെ മേൽ കൈമാറി മടക്കി അയക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച്. സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട. ചേർന്ന്